ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പായിട്ടാണ് ഗൂഗിളിൻ്റെ ജെമിനി എന്നുള്ള ഒരു ആപ്പ് വന്നിരിക്കുന്നത്. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് അവരുടെ പ്രാദേശിക ഭാഷയിൽ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാവുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോയിൽ ഒരു പാസ്പോർട്ട് സൈസ് പിക്ചറാണ് ഞാൻ ഗൂഗിൾ ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം പ്രോംപ്റ്റ് കൊടുത്തു. എനിക്ക് ഈ ഒരു ഫോട്ടോയിൽ ഫുൾ ശരീരപ്രകൃതിയോട് കൂടിയ ഫുൾ സൈസ് ബോഡിയോട് കൂടിയ ഒരു ഫോട്ടോയാണ് എനിക്ക് ലഭിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഗൂഗിൾ ജെമിനിയോട് പ്രോംപ്റ്റ് കൊടുത്തത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വന്ന ഒരു ഫോട്ടോയാണിത്. ഈ ഫോട്ടോയിൽ എനിക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് പ്രോംപ്റ്റ് കൊടുത്തു. ഈ ഫോട്ടോയ്ക്ക് കറുത്ത പാൻറ്റും ഷർട്ട് ഇൻ ചെയ്തിരിക്കണമെന്നും ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു. അതനുസരിച്ച് വന്ന രണ്ടാമത്തെ ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഫോട്ടോകൾ നമ്മൾ ഏത് ഡിസൈനിൽ നമ്മൾ പറയുന്നതനുസരിച്ച് എല്ലാം നമുക്ക് നമ്മുടെ ഫോട്ടോകൾ ക്രിയേറ്റ് ചെയ്യാൻ ജെമിനി തയ്യാറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ജെമിനിയെ കൊണ്ട് നമ്മുടെ ഫോട്ടോകൾ ക്രിയേറ്റ് ചെയ്യിക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് വിവരിക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പായിട്ടുള്ള ജെമിനിയുടെ AI ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെർച്ച് ബാറിൽ ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ജെമിനി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ജെമിനി എന്നുള്ള ഒരു ആപ്പ് നമ്മളിവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ എനിക്ക് ഓപ്പൺ എന്നാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ജെമിനി എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ജെമിനി എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വേണ്ട പെർമിഷനൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ജെമിനി എന്നുള്ള ആപ്പ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യുന്നത് ഈ ജെമിനി എന്നുള്ള ഈ ഒരു ആപ്പിലാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഫോട്ടോസൊക്കെ ഈ ഒരു ആപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എങ്ങനെയാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഈ ഒരു ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ ജെമിനി എന്നുള്ള ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമേ കാണുന്നത് ഹലോ ഷാജി എന്നുള്ള ഒരു വെൽക്കം മെസ്സേജാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് സജഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ പ്രധാനമായിട്ടും ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഒരു ബനാനയുടെ പടമുള്ള ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. നമ്മളിവിടെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഓപ്ഷൻ അതാണ്. ഇവിടെ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തായിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ആയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ജെമിനിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻ ഗൂഗിൾ ബനാന എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാവുള്ളൂ എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ബനാനയുടെ ഫോട്ടോയുള്ള ഈ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഈ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ വരുന്നതോടുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഒരു പോപ്പപ്പ് വിൻഡോയിലായിട്ട് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ന്യൂ എഡിറ്റ് ഇമേജ് പിന്നെ ഒരു ബനാനയുടെ ഫോട്ടോ കൂടെ നമ്മൾ കാണാവുന്നതാണ്. തൊട്ടിപ്പുറത്തായിട്ട് ട്രൈ നൗ എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഓപ്ഷൻ താഴെ ആക്റ്റീവ് ആകുന്നതാണ്. അതോടുകൂടി നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കിവിടെ ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ന്യൂ എഡിറ്റ് ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ തൊട്ടിപ്പുറത്തായിട്ടുള്ള ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ താഴെ വന്നിരിക്കാനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ട്രൈ നൗ എന്നുള്ള ഓപ്ഷൻ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തതോടുകൂടി ആ ബനാനയുടെ ചിത്രം നമുക്ക് താഴെ വന്നിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇമേജ് എന്നുള്ള ഓപ്ഷനോടുകൂടി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഓപ്ഷനും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. രണ്ടും സെയിം ഓപ്ഷൻ തന്നെയാണ്. ബനാനയുടെ ഈ ഒരു ഫോട്ടോയോട് കൂടിയുള്ള ഈ ഒരു ഓപ്ഷൻ താഴെ വന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. കൂടാതെ ഫോട്ടോയ്ക്ക് വേണ്ട പ്രോംപ്റ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ബനാനയുടെ ഈ ഒരു ഇമേജ് ഈ ഒരു ഓപ്ഷൻ താഴെ വന്നു സെലക്ട് ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ബനാനയുടെ ഓപ്ഷൻ നമുക്ക് താഴെ വന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് രണ്ട് ഓപ്ഷനുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിനായിട്ട് ബനാനയുടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബനാനയുടെ ഓപ്ഷനുകളൊന്നും നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നേരെ താഴ്ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. ആ പോപ്പ് വിൻഡോയിൽ കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വരുന്ന പോപ്പ് വിൻഡോയിലേക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു പോപ്പ് വിൻഡോയിൽ കുറച്ച് ഓപ്ഷനുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പോപ്പ് വിൻഡോയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ ബനാനയുടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട 2 ഓപ്ഷനുകൾ അങ്ങനെ എടുക്കാവുന്ന രീതിയിലാണുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 രീതിയിലാണ് ബനാനയുടെ ഈ ക്രിയേറ്റ് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് റിസർച്ച് എന്നുള്ളതാണ്. പിന്നെ ക്യാൻവാസ്, പിന്നെ ഗൈഡഡ് ലേണിംഗ് എന്നിങ്ങനെയുള്ള ഒരു ഓപ്ഷനുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും മുകളിലായിട്ടുള്ള ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ബനാനയുടെ ഫോട്ടോ ഉള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 രീതിയിൽ നമ്മൾ ഈ ബനാനയുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി ആ ഓപ്ഷൻ അവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ തൊട്ടപ്പുറത്തോട്ടുള്ള പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ബനാനയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് കിടക്കുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ക്യാമറ, രണ്ടാമത്തെ ഗാലറി, മൂന്നാമത്തത് ഫയൽസ്, പിന്നെ ഉള്ളത് ഡ്രൈവ് ആണ്. നമ്മൾ ക്യാമറ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ക്യാമറയാണ് നമുക്കിവിടെ വരുന്നത്. നമ്മളിവിടെ ഗാലറി പ്രസ് ചെയ്തതോടുകൂടി നമ്മുടെ ഫോണിലുള്ള ഗാലറി ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി എന്നുള്ള ഈ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ആകുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തായിട്ട് ആ ഫോട്ടോയ്ക്ക് ഒരു പ്രോംപ്റ്റ് നൽകേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചാണ് ആ ഫോട്ടോയുടെ പ്രോസസ്സിങ് നടക്കുന്നത്. അതനുസരിച്ച് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഗൂഗിൾ ജെമിനിയിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗത്തായിട്ട് നല്ലൊരു പ്രോംപ്റ്റും കൂടെ നൽകി നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ പ്രോംപ്റ്റ് കൊടുക്കുക. ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരുന്ന പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തതോടുകൂടി നമുക്ക് എന്നിട്ട് അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ സ്ക്രീനിലേക്ക് വരുന്നതാണ്. അതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫോട്ടോ നമുക്ക് ഇവിടെ ഇതുപോലെ നല്ല പ്രോംപ്റ്റൊക്കെ കൊടുത്ത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് മലയാളത്തിലാണെങ്കിലും കൊടുത്ത് നല്ല പ്രോംപ്റ്റൊക്കെ കൊടുത്ത് നമുക്കിവിടെ നല്ല ഫോട്ടോകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അതുപോലെ കുറേ എൻ്റെ ഫോട്ടോകൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ സ്ക്രീനിലായിട്ട് വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിലും നിങ്ങൾ ഈ പ്രോസസ്സിങ് ഇതുപോലെ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഓപ്ഷനുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് പൂർത്തിയായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. മലയാളത്തിൽ ഏറെക്കുറെ നന്നായിട്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് നമ്മുടെ ഫോട്ടോ പുതിയൊരു ഫോട്ടോയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോ നമുക്ക് നമ്മുടെ ഫോണിലെ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു അമ്പടയാളം കാണാവുന്നതാണ് താഴോട്ടുള്ളത്. ആ ഒരു അമ്പടയാളത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ആ ഫോട്ടോ സേവ് ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പ് സ്റ്റാറ്റസായിട്ടൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഫോട്ടോയൊക്കെ 3D മോഡലാക്കാനായിട്ടുള്ള പ്രോംപ്റ്റ് ഞാനിവിടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോംപ്റ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയിൽ ആ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയൊക്കെ 3D പ്രിൻ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് പ്രോംപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകും. ഈ ഒരു ഫോട്ടോയുടെ താഴെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്താക്കാം. നിങ്ങളത് എടുത്ത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാനും മടിക്കരുത്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ജെമിനി ആപ്പിലൂടെ എങ്ങനെ നമുക്കൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വെറുതെ അങ്ങ് ഒരു വീഡിയോ ഉണ്ടാക്കിയിടുകയല്ല. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകളെല്ലാം ഞാൻ വളരെ വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ തീർത്തും അറിയാൻ മേലാത്തവർക്ക് പോലും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം
ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.